കേന്ദ്ര നഗരവികസന പദ്ധതിയുടെ ഭാഗമായി കൊച്ചിക്ക് അനുവദിച്ച ലോ ഫ്ലോർ ബസ്സുകളുടെ നടത്തിപ്പിന് പ്രത്യേക കമ്പനി രൂപീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചു. കൊച്ചി മഹാനഗര റോഡ് യാത്രാ മാർഗ് ലിമിറ്റഡ് എന്ന പേരിൽ നിലവിൽ വരുന്ന കമ്പനിയായിരിക്കും കൊച്ചിയിൽ ബസ് സർവീസ് നടത്തുക. KSRTCയുടെ എതിർപ്പ് മറികടന്നാണ് ഈ തീരുമാനം. വിദേശത്തെ വൻ നഗരങ്ങളിൽ കാണുന്ന അത്യാധുനിക ബസ്സുകൾ നമ്മുടെ നിരത്തിലിറങ്ങാൻ ജവഹർലാൽ നെഹ്റു നഗര പുനരുദ്ധാരണ പദ്ധതിയാണ് വഴിയൊരുക്കിയത്. നല്ല വീതി, കയറാനും ഇറങ്ങാനും വളരെ എളുപ്പം, കുലുക്കമില്ലാത്ത യാത്ര. തലസ്ഥാനത്തെയും കൊച്ചിയിലെയും നഗരവാസികൾക്ക് പ്രതീക്ഷകൾ വാനോളമായിരുന്നു. തിരുവനന്തപുരത്തിന് 150ഉം കൊച്ചിക്ക് 200ഉം ബസ്സുകളാണ് കേന്ദ്ര സർക്കാർ ജനറമിലൂടെ അനുവദിച്ചത്. ലോ ഫ്ലോർ ബസ് സർവീസിനായി പ്രത്യേക കമ്പനികൾ രൂപീകരിക്കാനാണ് ഇരു നഗരസഭകളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അനന്തപുരി റോഡ് യാത്രാ മാർഗ് ലിമിറ്റഡ്, കൊച്ചിയിൽ കൊച്ചി മഹാനഗര റോഡ് യാത്രാ മാർഗ് ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് നിലവിൽ വരിക. 80% തുകയും കേന്ദ്രത്തിന്റേത്. നഗരസഭകൾ 20% തുക മാത്രം മുടക്കിയാൽ മതി. ഈ തുക KSRTC നൽകുമെന്നും ലോ ഫ്ലോർ ബസ് സർവീസ് പൂർണ്ണമായും KSRTC ഏറ്റെടുക്കുമെന്നുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. ഇപ്പോൾ നഗരസഭകൾ ധാരണയിൽ നിന്ന് പിൻവാങ്ങി. അതോടെ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നതിന് മുമ്പേ കട്ടപ്പുറത്തായ സ്ഥിതിയാണ്. KSRTC സിറ്റി സർവീസുകൾ പഴയപടി തുടരേണ്ടി വരും. KSRTCയുടെ 2 നഗരങ്ങളിലെയും സർവീസുകൾ വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. ഇവ റദ്ദാക്കേണ്ടി വരും. നഗരസഭകൾ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ പണിമുടക്കിന് തയ്യാറെടുത്തിരിക്കുകയാണ് KSRTCയിലെ യൂണിയനുകൾ. KSRTCയും നഗരസഭയും കൊമ്പുകോർത്തതോടെ തർക്കം പരിഹരിക്കാതെ ലോ ഫ്ലോർ ബസ് നിരത്തിലിറങ്ങില്ലെന്ന് തീർച്ച. SR സഞ്ജീവ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.